Acuplus Interior and Electronics. പട്ടാമ്പി നഗരസഭയിൽ വോട്ടർ പട്ടിക പേര് ചേർക്കൽ ഹിയറിംഗിൽ പരാതി ഉന്നയിച്ച ഫയലുകൾ കാണാതായ സംഭവത്തിൽ സംഘർഷാവസ്ഥ. പ്രതിഷേധവുമായി എത്തിയ കോൺഗ്രസ് പ്രവർത്തകർ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു. പോലീസും സ്ഥലത്തെത്തിയിരുന്നു. സിപിഎമ്മും ഉദ്യോഗസ്ഥരും ചേർന്ന് ഫയലുകൾ മുക്കിയെന്ന് കോൺഗ്രസ് ആരോപിച്ചു. പട്ടാമ്പി നഗരസഭയിൽ വ്യാഴാഴ്ച വൈകിട്ടാണ് സംഘർഷാവസ്ഥ ഉണ്ടായത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും നീക്കം ചെയ്യാനുമുള്ള അവസാന ഹിയറിംഗ് ആയിരുന്നു ഇന്ന്. കടവ് വാർഡിലെ പരാതി നൽകിയ 2 ഫയലുകൾ കാണാതെയായെന്നാരോപിച്ചാണ് കോൺഗ്രസ് രംഗത്തെത്തിയത്. പെരുവക്കടവിലെ സ്ഥിര താമസക്കാർ അല്ലാത്ത ആളുകളുടെ 3 ഫയലുകൾ സിപിഎമ്മും ഉദ്യോഗസ്ഥരും ചേർന്ന് മുക്കിയെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കാണാതായ ഫയലുകളുമായി ബന്ധപ്പെട്ട സംഭവം രേഖാമൂലം എഴുതി തരണമെന്ന ആവശ്യം ഉദ്യോഗസ്ഥർ അംഗീകരിച്ചില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. സംഭവത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടറിയെ ഉപരോധിച്ചു. തുടർന്ന് പട്ടാമ്പി പോലീസ് സംഘം സ്ഥലത്തെത്തി. ഇതോടെ കാണാതെ പോയ ഫയലിൽ 1 കണ്ടെത്തിയെന്നും നേതാക്കൾ പറഞ്ഞു. പട്ടാമ്പി നഗരസഭയിലെ 23-ാം വാർഡിലെ സ്ഥിരതാമസക്കാരനല്ലാത്ത 9 പേർക്ക് എതിരെ ആക്ഷേപം കൊടുത്ത് ആക്ഷേപത്തിന് വിധേയനായ ആളും ആക്ഷേപം നൽകിയ ആളും ഹിയറിംഗിന് ഹാജരാകേണ്ടതുണ്ട്. എന്നാൽ ആക്ഷേപം നൽകിയ ആള് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നഗരസഭയിൽ ആക്ഷേപത്തിന് വിധേയനായ ആളെ കാത്തിരുന്നിട്ട് ആള് വന്നില്ല എന്ന് മാത്രമല്ല 9 പേർക്കെതിരെ ആക്ഷേപം നടത്തിയതിൽ 2 ഫയലുകൾ നഗരസഭയിൽ നിന്നും കാണാതായിട്ടുണ്ട്. ആക്ഷേപം നൽകിയ രാമചന്ദ്രൻ എന്ന ആള് ആ ഫയലുകൾ അന്വേഷിച്ച് വന്നപ്പോൾ ഇലക്ഷന്റെ ഈ വാർഡിന്റെ ചുമതലയിലുണ്ടായിരുന്ന ഹിയറിംഗ് നടത്തിയിരുന്ന ഉദ്യോഗസ്ഥൻ ഓവർസിയറാണ്. ആ സാറ് മനോജ് എന്ന് പറയുന്ന സാറ് പറഞ്ഞത് താഴെ പോയിട്ട് അന്വേഷിക്കാനാണ്. അതിന്റെ ഭാഗമായിട്ട് താഴെ പോയിട്ട് സെക്രട്ടറി അടുത്ത് അന്വേഷിച്ചപ്പോൾ കാണാതായ ഫയല് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഏകദേശം 1 മണിക്കൂറോളം 1 മണിക്കൂറിലധികം സെക്രട്ടറിയുടെ റൂമിൽ ഇരുത്തി. അവസാനം ഫയല് കിട്ടില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങളോട് എണീറ്റ് പോകാൻ പറഞ്ഞു. ആ സമയത്ത് ഞങ്ങൾ അത് രേഖാമൂലം എഴുതി തരണമെന്ന് ആവശ്യപ്പെട്ട് അവിടെ ഇരുന്നപ്പോൾ ഇടതുപക്ഷത്തിന്റെ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള ആളുകളും നേതാക്കന്മാരും ഞങ്ങൾക്കെതിരെ വന്ന് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സെക്യൂരിറ്റിക്കാരൻ നഗരസഭാ സെക്രട്ടറിയുടെ റൂം പുറത്തുനിന്ന് അടച്ച് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ പൂട്ടിയിടുകയും അനാവശ്യമായി പോലീസിനെ വിളിച്ചു വരുത്തി ഞങ്ങൾക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയുമാണ് ചെയ്തത്. സംഭവത്തിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും സിപിഎം നേതാവ് വിജയകുമാർ പറഞ്ഞു. വനിതാ സെക്രട്ടറിയാണ്. അപ്പൊ തന്നെ ഞങ്ങൾ ഇടപെട്ടു. അപ്പോഴാ പറഞ്ഞൊരു ഫയല് കാണാനില്ല, അത് കെട്ടിയിട്ടേ ഞങ്ങൾ പോകുള്ളൂ എന്നത്. ഈ ഫയല് കാണാതിരിക്കുന്നത് എങ്ങനെയെന്ന് നമുക്കാർക്കും അറിയില്ല. ഫയല് ഉദ്യോഗസ്ഥന്മാരാണ് സൂക്ഷിക്കല്. ആ ഫയല് അവിടെ തിരക്കിന്റെ ഇടയിലായിരിക്കാം, എന്തുണ്ടായെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറാണ് സെക്രട്ടറി. ഇപ്പോൾ അവരുടെ കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമാണ്. പിന്നുള്ള ഒരു ആരോപണം കണ്ടത് ഇടതുപക്ഷത്തിന്റെ കൂട്ടോട് വിടുന്ന അങ്ങനെ പരിപാടി നമുക്ക് ചെയ്യാറില്ല. ഈ ഫയലും മറ്റേ ഒരു ജനപ്രതിനിധി തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതിന്റെ കസ്റ്റോഡിയൻ ഉദ്യോഗസ്ഥന്മാരാണ്. അത് അവര് കിട്ടിയില്ലെങ്കിൽ തെരഞ്ഞെടുത്ത് കൊടുക്കുകയും ചെയ്യും. സംഭവത്തിൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും തടഞ്ഞുവെച്ചുവെന്നും കാണിച്ച് നഗരസഭാ സെക്രട്ടറി കോൺഗ്രസ് നേതാക്കളായ 2 പേർക്കെതിരെ പോലീസിൽ പരാതി നൽകി. മാനസിക പ്രയാസമുണ്ടാക്കിയെന്നും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.